മഴവിൽ നിറങ്ങളുള്ള തടിയോടുകൂടിയ യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹവായ്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, പാപ്പുവ ന്യൂഗിനിയ തുടങ്ങിയിടങ്ങളാണ് ഈ മഴവിൽ മരങ്ങളുടെ ജന്മസ്ഥലം. വനവൽക്കരണത്തിന്റെ ഭാഗമായി 1929 ഒഹാഹുവിലെ വഹിയാവ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നട്ടുകൊണ്ട് റെയിൻബോ യൂക്കാലിപ്റ്റസ് ആദ്യമായി ഹവായിയുടെ മണ്ണിലെത്തി. ഇവയുടെ ഇലകളിൽ നിന്നും ഉണ്ടാക്കുന്ന എണ്ണയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്നും കരുതുന്നു. അമിതമായ മണ്ണൊലിപ്പ് നിയന്ത്രിക്കുവാൻ വേണ്ടി 1930കളിലാണ് ഈ മരങ്ങൾ നട്ടത്. യൂക്കാലിപ്റ്റസ് ഡിക്ലുപ്ത എന്നാണ് ഈ മരങ്ങളുടെ ശരിക്കുള്ള പേര്. മിൻഡാനാവോ ഗം അല്ലെങ്കിൽ റെയിൻബോ ഗം ട്രീ എന്നും ഇവ അറിയപ്പെടുന്നു. ഓരോ വർഷവും വ്യത്യസ്ത സമയങ്ങളിൽ പാമ്പ് ഉറയൂരുന്നത് പോലെ പുറംതൊലി പൊഴിച്ചു കളയുന്ന സ്വഭാവമുണ്ട് ഈ മരത്തിന്. അങ്ങനെ പുറംതൊലിയിലുണ്ടാകുന്ന പാച്ചുകൾക്ക് ആദ്യം ഇളം പച്ച നിറമായിരിക്കും. പിന്നീട് കാലക്രമേണ നീല, പർപ്പിൾ, ഓറഞ്ച്, മെറൂൺ തുടങ്ങിയ നിറങ്ങളിലേക്ക് ഇത് മാറുന്നു. ആദ്യം കാണുമ്പോൾ ഓരോ മരത്തിന് മുകളിൽ ചായം തേച്ചതുപോലെയാണ് തോന്നുക. പ്രധാനമായും കടലാസ് നിർമ്മാണത്തിനാണ് ഈ മരം ഉപയോഗിക്കുന്നത്. പ്രതിവർഷം ശരാശരി 6 അടി വരെ ഉയരവും 95 ഇഞ്ച് വരെ വ്യാസവും വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ അമിത വേഗതയാർന്ന വളർച്ചയാണ് ഈ മരങ്ങൾക്ക്. നമ്മുടെ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ വൈക്കം വെള്ളൂരിലും ഈ മഴവിൽ മരം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.